experience. അളിയൻ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ? അളിയൻ എന്തെങ്കിലും നല്ലത് വരട്ടെ എന്ന് കരുതിയാൽ ഞാൻ ഇതാ കയറി ഏറ്റത്. സാറേ, ഇത് പിള്ളേർ കളിയല്ല, സംഗതി ഭയങ്കര റിസ്ക്കാണ്. നീ എങ്ങാനും ഇത് പുറത്തു പോയാൽ തല പോവും. എൻ്റെ അളിയൻ നവാസിൻ്റെ ബന്ധുവാണെന്നുള്ള അവർക്കറിയാം, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ പുറകെ ഇറങ്ങിയേനെ. ഇത് അതായതുകൊണ്ട് അത് ഞാനാണെന്നുള്ള കണക്റ്റ് ആവും, അതുകൊണ്ടാണ്. അതുമല്ല, ഇത് അളിയനാകുമ്പോൾ ഒരു കുഞ്ഞുങ്ങൾ അറിയത്തില്ല. പിന്നെ അതുമല്ല, എനിക്കിത് പുറത്തൊരാളെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അളിയൻ്റെ അടുത്ത് പറഞ്ഞത് അളിയന് പറ്റുമെങ്കിൽ ചെയ്യും. സംഭവം പൈസ കിട്ടും കാര്യങ്ങൾ, എന്നാലും ഞാനത് ഏതായാലും ബുദ്ധിമുട്ടാണെങ്കിൽ അൻസാറിന് വേണ്ടി റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്. നീ തൽക്കാലം റിസ്ക് എടുക്കണ്ട, അതിനുള്ള പ്രായമായിട്ടില്ല. പ്രായമാകുമ്പോൾ ഒന്ന് ഞാൻ പറയാം കേട്ടാ. അല്ലാതെ സാറേ, ഞാൻ തങ്കമായിട്ട് ഒന്ന് ആലോചിച്ചിട്ടേ ഞാൻ ഒരു മറുപടി പറയാം. അളിയൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അളിയനാകുമ്പോൾ ഒരു മനുഷ്യനെ അറിയത്തില്ല, പിന്നെ ഇഷ്ടം പോലെ പൈസയും കിട്ടും. പിന്നെ പൈസ കിട്ടുമ്പോൾ അളിയൻ എന്നെ നവാസിനെ ഒന്ന് സഹായിച്ചാൽ മതി. അതൊക്കെ ശരി തന്നെ, പക്ഷെ എന്നാലും ഞാൻ എന്തായാലും തങ്കമായിട്ടൊന്ന് സംസാരിച്ചിട്ട് നമുക്കൊരു തീരുമാനം പറയാം. അളിയ ഓക്കെ ആകുമ്പം പറ, അപ്പോൾ ഞാൻ നവാസ് എന്ന ഡീറ്റെയിൽസോട്ടങ്ങ് വരാം. വാഴിച്ച് വെള്ളം കിട്ടുമ്പോ ഈ ചിരിച്ചോട് വെള്ളം തന്നേക്കണേ. നിർത്തിക്കോ, ഇവിടെ വെച്ചത് നിർത്തിക്കോ. തങ്ക ഇങ്ങനെ നെഗറ്റീവ് പറയില്ല, നല്ലതാണത്. എൻ്റെ ക്ലീറ്റോ, നിങ്ങൾ ഈ എല്ലാം അയ്യാവേലും പിടിച്ചുകൊണ്ട് നടക്കണ ഇന്ത്യ ക്ലീറ്റോ, നിങ്ങൾ ഇത്രയും വലുതായിട്ട് നിങ്ങൾക്ക് എന്താ ബോധം ഇല്ലാത്തത്? ഇതിനിപ്പോ എന്താണ് പ്രശ്നം? ഒരു കുഴപ്പമില്ല, എല്ലാം സുരക്ഷിതമായിരിക്കും. ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്താ അൻസാർക്ക ചെയ്യാത്തത്? അൻസാർക്കൊക്കെ ചെയ്യാൻ എളുപ്പമാണല്ലോ. അൻസാറിന്റെ ബന്ധുവാണ് നവാസ്. അപ്പൊ ഇത് എന്തെങ്കിലും ഇതിൽ അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവര് സംശയിക്കും. അപ്പൊ പുറത്ത് വരൂ എന്നുള്ളത് അറിയാലോ. അവനാണല്ലോ അവർ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കണത്, നവാസ്. ഇത് നോക്കിക്കോ, ഇത് നിങ്ങളുടെ നാശത്തിനാ. തങ്ക നീ ഇത് ചുമ്മാ ഇരിക്കും. ഒരു ക്ലീറ്റ് എല്ലാവരും അറിയും നിങ്ങളാ പറഞ്ഞെന്ന്. നിങ്ങൾ പറഞ്ഞ പി ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പാ. ഇത് ആരും അറിയൂല. അതറിയില്ലാത്ത ഇത് നമ്മൾ ഈ രഹസ്യ വിവരം കൊടുക്കുന്നത് ഇൻകം ടാക്സ് വളരെ രഹസ്യമായിട്ട് വെക്കും. ഒരു കുഞ്ഞിനെ അറിയിക്കൂല ഇത്, സത്യം. ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, വലിയ ആൾക്കാരാണ്. അവരെങ്ങാനും അറിഞ്ഞ ഇവിടെ വരും, നിങ്ങൾ ആദ്യം വെട്ടും, കഴുത്ത് താഴെ കിടന്ന് ഉരുളും, ഞങ്ങളെ വെട്ടും, അവനെ വെട്ടും, വീട്ടുകാരെല്ലാരും വെട്ടും. പിന്നെ നീ പറയണ പോലെയൊക്കെ നടക്കാൻ പിന്നെ സിനിമയല്ലേ? അതൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു പേടിയില്ലേ ക്ലീറ്റോ? തങ്ക ഇത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ല. ഇങ്ങനെ ഇൻകം ടാക്സിന്റെ രഹസ്യ വിവരം കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ ഈ രഹസ്യ വിവരം കൊടുക്കുന്നവർക്ക് പറയണതേ വിസിൽ ബ്ലോവർ എന്നാ. വിസിൽ ബ്ലോവർ. വിസിൽ ബ്ലോവർ. നമുക്ക് നല്ലൊരു ശതമാനം കമ്മീഷൻ നമുക്ക് കിട്ടും. സത്യം. അതുകൊണ്ടല്ലേ പറഞ്ഞു 10,000 രൂപയ്ക്ക് വേണ്ടിട്ട് ഇങ്ങനെ കിടന്ന് 1000 ഒന്നല്ല, അവരെ എത്രയാണോ പിടിക്കുന്നത് അതിന്റെ ശതമാനമാണ് നമുക്ക് കിട്ടാൻ പോണത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടി. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പലരും ഇതുകൊണ്ട് രക്ഷപ്പെട്ടവരുണ്ട്. നമുക്ക് ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു വഴി ഇതായിരിക്കും കർത്താവ് കാണിച്ചു തരണം. നീ എതിര് പറയല്ലേ. വിസിൽ ബ്ലോവർ. ഇതെന്താ എടുത്തു മാറ്റാർക്കാം? എല്ലാം ഞാൻ കേട്ടു. മച്ചമ്പി എവിടെ പോകണ്ടെന്ന് വെച്ചാൽ ഞാൻ മിക്കവാറും പോണ്ടി വരും. മച്ചമ്പി അങ്ങനത്തെ പരിപാടി ഒപ്പിച്ചിട്ടാ വന്നേക്കണേ. എന്ത് ചുമ്മാ ഇരുന്ന്? ഈ വിസിലൂതണ പരിപാടി അല്ല ഇത്. പിന്നെ ഒരു PP ഗ്രൂപ്പ്, അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് ഇല്ലേ, വലിയ ബിസിനസ്സുകാര്, ജംഗ്ഷൻ ഓഫീസൊക്കെ അവരെന്താണ്ട് സാധനത്തില് വലിയ വെട്ടിപ്പ് നടത്തിയെന്ന്. എന്നിട്ട് അത് ഏതാണ്ട് വലിയ എന്താ പറഞ്ഞു കൊടുക്കുക, അത് ഇൻകം ടാക്സ് ഓഫീസിലെ അവന്മാര് ടാക്സ് നല്ല രീതിയിൽ വെട്ടിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഈ ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണത് നമ്മൾ അൻസാറിന്റെ ബന്ധു നവാസാണ്. അപ്പം അവനാണ് ഈ വിവരം പറഞ്ഞത്. അപ്പം അവർ തമ്മിൽ ഇപ്പം എന്തോ അത്ര ഇതിലല്ല. ഈ ടാക്സ് വെട്ടിക്കുന്ന വിവരം നമ്മൾ ഇൻകം ടാക്സിന് അറിയിച്ചാൽ ഇൻകം ടാക്സ് അവരെ പിടിക്കുമ്പോൾ അവന്മാരെ പിടിക്കുന്ന എത്ര തുകയാണോ അതിന്റെ കമ്മീഷൻ കിട്ടും. ഇതിന്റെ ആവശ്യമുണ്ടോ? അപകടം പിടിച്ച പണിയല്ലേ ഇപ്പൊ പറയണത്? അപകടം പിടിച്ച പരിപാടിയാ. ഇതിന്റെ ഇപ്പൊ ആവശ്യമുണ്ടോ? പക്ഷേ ഐഡിയ കൊള്ളാം, മുന്നോട്ട് തന്നെ പോവാം. ഞാൻ ഉണ്ട് കൂടെ. അതാ ഞാൻ പറഞ്ഞു. കവടിയാറല്ലേ ഇൻകം ടാക്സിന്റെ ഓഫീസ്. നമുക്ക് ഇപ്പൊ തന്നെ പോയി വിവരം കൊടുക്കാം. നീ എന്റെ കെട്ടിയെ കൊന്നടങ്ങുള്ളൂ. ഇത് മറ്റേ ധന സിനിമയ്ക്കകത്ത് മോഹൻലാൽ കമ്മീഷൻ കിട്ടത്തില്ലേ, അതേപോലുള്ള സംഭവം.
ഒത്തിരി പേര് ചെയ്യുന്നത് അതായത് നികുതി അടയ്ക്കാത്തവരെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കുകയെന്ന് അവർ നമുക്ക് അതിന്റെ ചില്ലറ കിട്ടും, തരും കമ്മീഷൻ. എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അതെ, ഇതിപ്പം ഒരു കുഞ്ഞും അറിയൂല, എല്ലാം സുരക്ഷിതമായിരിക്കും, സേഫ്. അവരാരോടും പറയൂല. നമ്മളെ വായിന്ന് പുറത്തു പോവാതിരുന്നാ മതി. നീ ദേ വിടുവായി നിൽക്കുന്നു. ഞാൻ പറയത്തില്ല, ഏടാ പൈസ കിട്ടുന്ന കാര്യമാണ്. ഞാൻ ഒരക്ഷ ഞാൻ ചത്ത്. നമുക്ക് പോയി ഇൻഫർമേഷൻ കൊടുക്കാം. വാ. എവിടെ പോവാൻ? കവടിയാർ ഓഫീസിൽ പോവാം. അതിനെങ്ങും പോണ്ട. അത് നമ്മൾ ഇവിടെ നിന്ന് പതുക്കെ ഒരു മെയിൽ അയച്ചാൽ മതി. ഏടാ അത്രയേ ഉള്ളൂ. ആരാണ് അയക്കണം അവരുടെ വിവരങ്ങൾ സുരക്ഷിതമായിരിക്കും. അവർക്ക് കിട്ടേണ്ട കമ്മീഷൻ കൃത്യമായിട്ട് ഇനി തരുകയും ചെയ്യും. നല്ല പൈസ കിട്ടും. അതല്ലേ തങ്കം, നീ ഇങ്ങനെ പേടിക്കില്ലേ? എങ്ങനെ പേടിക്കാതിരിക്കും? നിങ്ങൾ കാലെടുത്ത് വെച്ച് എന്തെങ്കിലും കുഴപ്പത്തിലില്ലാതെ ഇത് അവസാനിച്ചിട്ടുണ്ടോ? ഇതിപ്പോ ഞാൻ പ്രത്യക്ഷത്തിൽ ഇറങ്ങുന്നില്ലല്ലോ. ഞാൻ വളരെ രഹസ്യമായിട്ട് പിന്നിൽ നിൽക്കണല്ലേ ഉള്ളൂ. നീ പ്രാർത്ഥിക്കുക. വിസിൽ ബ്ലോഗർ. ഓ, അതറിയാതെ ഇവൻ ഇപ്പൊ തന്നെ അറിയിക്കും. എന്തിനാ ഈ ക്ലീറ്റ് ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഓരോ വയ്യാവലി എടുത്ത് തലയിൽ വെക്കുന്നത്? കള്ളന്മാരും കൊള്ളക്കാരും നിറഞ്ഞ നാടാണിത്. ഇപ്പോൾ ഒറ്റൊരുത്തം വിചാരിച്ചാൽ ഇതൊക്കെ നന്നാക്കാൻ പറ്റുമോ? അപ്പോൾ ക്ലീറ്റസ് മത്തായി എന്ന് പറയുന്ന ധീരപുരുഷനെ കുറിച്ച് അമ്മ അവന് യാതൊരു വിവരങ്ങളും ഇല്ല എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഉള്ളിൽ രാജരക്തത്തിൻ്റെ പാരമ്പര്യം കിടക്കുന്ന വ്യക്തിയാണ്. അങ്ങേര് താമസിക്കുന്ന നാടിനെ കുറിച്ച് അങ്ങർക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. ആ നാടിനെ ഒരു കടമയുണ്ട്. ആ കടമ കൃത്യമായിട്ട് മച്ചമ്പി ചെയ്തിരിക്കും. രാജരക്തം? എന്ത് രാജരക്തം? ആ കഥ അറിയത്തില്ല? വർഷങ്ങൾക്കങ്ങ് മുമ്പ് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരുന്ന കാലം, ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ മുത്തശ്ശൻ അപ്പൂപ്പന്മാരിൽ ഐസക് പെരേര എന്ന് പറയുന്നത് കൊട്ടാരം കൊഴലൂത്തുകാരനാണ്. കൊഴലൂത്തോ? കൊഴലൂത്ത് എന്ന് പറഞ്ഞപ്പോ ഇപ്പം ഈ ബിസിൽ ബ്ലോഗർ എന്നൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ വേറൊരു ചാർത്തപ്പെട്ടവര്. അപ്പൊ ഇഷ്ടംപോലെ സ്വത്ത് ഈ രാജാവിനുണ്ട്. പക്ഷെ ഈ ഖജനാവിൽ നിന്ന് കൂടെ സാമ്പത്തികമായ നഷ്ടങ്ങൾ വരുന്നു കണക്കെടുത്തപ്പോൾ. അപ്പൊ രാജാവിന് അറിയത്തില്ല ഈ കൊട്ടാര സ്വത്ത് ആര് മോട്ടിക്കുന്ന ആരാ? രാജാവിന്റെ പ്രധാന മന്ത്രിയോ? എന്നിട്ട് അപ്പൊ ഇത് ആരാന്നറിയാതിരിക്കാൻ രാജാവ് ഒരു ദിവസം പെരുമ്പറ കൂട്ടി ഒരു പ്രഖ്യാപനം നടത്തി. കൊട്ടാരം സ്വത്ത് മോട്ടിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അവനെക്കുറിച്ച് വിവരങ്ങൾ ധരിപ്പിക്കുന്നവർക്ക് 101 പൊൻപണം, 101 പൊൻപണം, 101 പൊൻപണം. അപ്പം ഈ വിവരം അറിയാവുന്ന ഐസക് പെരേര അപ്പൂപ്പ എന്തോ ഇതെന്നറിയാമോ? രാജാവിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, അമ്പ ഇവിടുന്ന് മൂട്ടിച്ചുകൊണ്ട് നമ്മുടെ മന്ത്രിയാണ്. അപ്പം തന്നെ മന്ത്രിയെ രാജാവ് അവിടുന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ഈ ഇൻഫർമേഷൻ കൊടുത്ത കാര്യം രഹസ്യമാക്കി വെച്ചിട്ടുണ്ട്. 101 പൊൻപണം പ്രഖ്യാപിച്ച പൈസ കൊടുക്കുകയും ചെയ്തു. പൊൻപണോ? അതൊക്കെ എന്തോ ഇതടാ? ആ പൈസ കൊടുത്തല്ല ഞങ്ങൾ കൊടങ്ങാവള ഏരിയ മൊത്തം അപ്പൂപ്പൻ മേടിച്ചു കൂട്ടിയത്. പിന്നല്ലാതെ എങ്ങനെ? അതിനകത്ത് 1-2 പൊന്മണി ഇപ്പോഴും അമ്മച്ചിയുടെ ഇരിപ്പുണ്ടെന്ന് 10,000 അവിടെ ഇരിപ്പുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? പണ്ട് ഞാൻ സാറ്റ് കളിക്കാൻ ഞാൻ ലില്ലിപ്പണ്ണി കയറിയപ്പോൾ അതിൻ്റെ ചെറിയൊരു സ്വർണ്ണത്തിൻ്റെ മിന്നലാട്ടം കണ്ട, അല്ലാതെ കണ്ടിട്ടില്ല. അല്ല, അന്ന് എൻ്റെ അപ്പൂപ്പൻ ഈ ഒറ്റ കൊടുത്തിട്ട് ഈ മന്ത്രി ഇത് അറിഞ്ഞൊന്നുമില്ല. മന്ത്രി അറിഞ്ഞു. അങ്ങനെ ഒരു ദിവസം വലിയൊരു വാള് കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് പിടിച്ചു കയറ്റി അപ്പൂപ്പൻ്റെ പെരേരപ്പൂപ്പൻ്റെ കഴുത്തൂട്ടി കളഞ്ഞില്ലയോ? അയ്യോ, ഇങ്ങനെ ഒരു പാരമ്പര്യ കഥയൊക്കെ ഉള്ളത് ഈ ക്ലീറ്റോയ്ക്ക് അറിയത്തില്ലയോ? ഉണ്ടെങ്കിലല്ലേ അറിയത്തുള്ളൂ. എന്തേ? ഉണ്ടോണ്ടിരുന്നപ്പോൾ ഈ കഥ ഞാൻ ഒന്നുകൂടെ ദയിപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു നോക്കി. പക്ഷെ രാജ്യത്തിനുള്ള സ്നേഹം അങ്ങനെ മനസ്സിൽ കിടക്കുന്ന അങ്ങേര് വിട്ടുമാറത്തില്ല. രാജ്യസേവനൊക്കെ തുടങ്ങിയ മച്ചമ്പി ക്ലീറ്റ മച്ചമ്പി ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? മച്ചമ്പിക്ക് അറിവുള്ള ആളാണല്ലോ. ഞാൻ ചിക്കട്ടി ക്ലീറ്റോ ചേട്ടൻ എന്തിന്റെ സൂക്കേടാണ്? എന്ത് ഗ്രൂപ്പാണ്? അവർക്ക് ഭയങ്കര ഗുണ്ടകളാന്ന്. അവർ ഗുണ്ടകൾ മാത്രമല്ല ലില്ലിപ്പെണ്ണേ, യാതൊരുവിധ മാനസിക പരിഗണന ഇല്ലാത്ത ടീംസാണ്. ഇപ്പം തന്നെ PNB ഗ്രൂപ്പിന് ഒരു ആശുപത്രിയിൽ ഒരു വല്യമ്മയ്ക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ ചികിത്സ നിഷേധിച്ച് ചികിത്സ കിട്ടാതെ അവർ മരിച്ചുപോയി. ആ ദേഷ്യമാണ് അൻസാർക്കൊക്കെ. എടാ, അങ്ങനെ അൻസാർക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അൻസാർ ഒറ്റ കൊടുത്തോട്ടെ. എന്തിനാണ് ഈ ക്ലീറ്റോടെ പറഞ്ഞത്? ആ, ശരിക്കും ഏട്ടനൊന്ന് ഉപദേശിച്ചാൽ മതി കേട്ടാ. അവ ഇരുന്നിരുന്നൊരു നല്ല കാര്യം ഞാൻ ഉപദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞോളൂ. ബസ്റ്റ് അളിയൻ. എടാ, ഇവനാണിത് ഒറ്റീന്ന് ആ കെ ഓട്ടോമൊബൈൽസ്. എന്താ KK മോട്ടോഴ്സ് അല്ല, PNB ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തല വെട്ടിക്കളയില്ലേ? എന്താ ഒന്നും ഭവിക്കത്തില്ല. അമ്മാവ് ഇത് ഒറ്റല്ല, ഇതിന്റെ വിസിൽ ബ്ലോഗർ എന്നാ പറയുന്നത്. വിസിൽ ബ്ലോവർ എന്ന് പറയും. ഈ കള്ളപ്പണം, ടാക്സ് വെട്ടിക്കൽ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ ഇനാം കിട്ടും നമുക്ക്. ഇത്തരക്കാരെ വിസിൽ ബ്ലോവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. മാത്രമല്ല, പണ്ടൊക്കെ ആണെങ്കിലേ 1 ലക്ഷം രൂപയായിരുന്നു ഇനാം കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. കർത്താവേ, കോടികൾ കിട്ടുന്ന ഞാൻ ഈ പരിപാടിയായിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ രക്ഷപ്പെടും.
അല്ല ഇതിപ്പോ ഈ ക്ലീറ്റോ ചെയ്തത് ഇന്ന് വരെ ഒരെണ്ണം ഗുണം പിടിച്ചിട്ടില്ല. അവൻ വല്ലതിൽ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ആ തങ്കത്തിന്റെ കാര്യം ആലോചിച്ചിട്ടാണ്. ഇതൊക്കെ കിട്ടണത് വേറെ വല്ലവർക്കും. ക്ലീറ്റോ ചേട്ടൻ അതുകൊണ്ട് കിട്ടാൻ പോണ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എടി ഇത് സാധാരണ കാര്യം പോലെ അല്ല, ഇത് നിയമപ്രകാരമുള്ള കാര്യങ്ങളാണിത്. ഇത് വിസിൽ ബ്ലോഗർ ആക്ട് 2014 പ്രകാരമുള്ള കാര്യമാണ്. ഇത് ഉറപ്പായിട്ടും പൈസ വരും. ഇത് വളരെ രഹസ്യമായിരിക്കുന്നു, അതീവ രഹസ്യം. നമ്മൾ ഒരു ഇൻഫർമേഷൻ കൊടുത്ത ഡിപ്പാർട്ട്മെന്റ് സൂക്ഷിക്കും. നമ്മളെ ഒരാൾ വലിയ അറിയില്ല. എനിക്കറിയാൻ പാടില്ല. നമ്മളെ സപ്പോർട്ട് കൊടുക്കണ്ടേ? ഒരു നല്ല കാര്യം ചെയ്തല്ലേ? അളിയാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരും, ഇത് നോക്കി കൃത്യമായിട്ട് ടൈപ്പ് നോക്കട്ടെ, ഞാൻ നോക്കി, നീ പിടിച്ചോ. സ്പെല്ല് തെറ്റി. യെസ് 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 ആക്കാം. എൻ്റെ പൊന്നൻസാർക്ക, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എന്ത് ചതി? ദേ ഈ കാണുന്ന ചതി. ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അൻസാർക്കാനെ തന്നെ അങ്ങ് ചെയ്താൽ പോരെ? അല്ലെങ്കിലേ ഈ മനുഷ്യൻ 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇതും കൂടെ. തങ്ക എൻ്റെ പെങ്ങളും ക്ലീറ്റോ എൻ്റെ അളിയനുമാ. ഞാൻ അങ്ങനെയല്ലേ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യൂ. എൻ്റെ പൊന്നെ, ഇതിപ്പോൾ ഗുണം ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ദോഷമൊന്നും ഉണ്ടാവാതിരിക്കണമെന്ന് ഇപ്പം എൻ്റെ പ്രാർത്ഥന. ഒന്നും ഉണ്ടാവില്ല, എല്ലാം റെഡിയാവും. അവരൊക്കെ വലിയ ആൾക്കാരാണ്. ഒരു പെണ്ണു കുഴപ്പമില്ല. അളി അത് നോക്കി അങ്ങ് ടൈപ്പ് ചെയ്തേ. തെറ്റിക്കല്ലേ? കഴിഞ്ഞു. സെൻറ്റ് പോയി. എൻ്റെ കർത്താവേ, ഈ മെയിൽ അങ്ങോട്ട് ചെന്നിട്ട് ഇൻകം ടാക്സുകാരന്മാർ PNP റെയ്ഡ് ചെയ്ത് പരമാവധി അടപടെല്ലാം പിടിച്ച് നല്ലൊരു തുക കമ്മീഷനായിട്ട് തരണേ. കൊടുങ്ങാവള പള്ളിയിൽ ഞാൻ ഒരു 100 മെഴുകുതിരി എത്തിച്ചേക്കാം. ഇതിനെന്തോ കൊട്ടപ്പടി കിട്ടൂന്നും പറഞ്ഞാ ഇരിക്കുന്നത്. കിട്ടും, നല്ല എമൗണ്ട് കിട്ടും. ഇവ അറിഞ്ഞൂടാത്തോണ്ടാണ്. ഇൻഫർമേഷൻസ് ഒക്കെ കൃത്യമാ. ഇത് അങ്ങോട്ട് ചെല്ലട്ടെ, അപ്പൊ അറിയാം. അറിയാ, രഹസ്യമായിരിക്കുമല്ലോ അല്ലേ? എൻ്റെ അളിയ ഇതെല്ലാം പരമരഹസ്യമായിരിക്കും. ഒരു പ്രശ്നം വരില്ല. ഒറ്റത്തെ പേടിയാണ്. പേടിയല്ല, ഒരു ചെറിയ ഭയം. ഇത്രയും പാടില്ലല്ലോ ഒരു പണിയെടുത്ത് ജീവിക്കണമെങ്കിൽ. അങ്ങനെയല്ല, ഇതിപ്പോൾ കർത്താവ് നമുക്കൊരു വഴി, എന്നെപ്പോലുള്ള ഇങ്ങനെ പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നവർക്ക് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തരൂലേ? അത് നമ്മൾ വാങ്ങണ്ടേ? അതിനുവേണ്ടി ഒരു ശ്രമം നടത്തണ്ടേ? അതെങ്കിലും ചെയ്തില്ലെങ്കിൽ കർത്താവിന് ദേഷ്യം വരും. അതുപോലെ ഇങ്ങനെയുള്ള പണി ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് കുടിക്കുകയും വേണം. ചായ കുടിക്കും. കുടിക്കല്ലേ? ലില്ലിയേ, എന്തോ വന്നേ. ഇത് ചായ ഒന്നുകൂടെ വേണോ? വേണ്ടടി, PNB ഗ്രൂപ്പിനെ പൊക്കിയിരിക്കല്ലേ? കോടികളുടെ തട്ടിപ്പാണ്. രഹസ്യമായിട്ട് വിവരം അറിഞ്ഞതിന്റെ പ്രകാരം ഇൻകം ടാക്സ് നേരിട്ട് റിപ്പോർട്ട് എടുത്തല്ലേ? കുഴപ്പമല്ലോ ഉണ്ടോ? കുഴപ്പമെന്തോന്ന് പൊങ്ങണ്ടമല്ല അവൻ എന്താടേ വിളിച്ചല്ലോ നീ. ആ PNB ഗ്രൂപ്പിനെ പൊക്കി കോടികൾ തട്ടുന്നതിന്. അത് നീ ഇപ്പം അറിയണേ ഉള്ളൂ. ഇന്നലെ തന്നെ TV-യിലൊക്കെ ഫുൾ ഫ്ലാഷ് ന്യൂസും വാർത്തയല്ലേ? നൈറ്റ് ഡ്യൂട്ടി ഇല്ലായിരുന്നു അളിയാ. ക്ലീറ്റോ ചേട്ടന്റെ പേരെങ്ങാനും ഉണ്ടോ? അതാണ്ട് വെണ്ടക്കാശ് എടുത്ത് വെച്ചേക്കല്ലേ ഒറ്റ കൊടുത്ത്. പേരുണ്ടോ? ചുമ്മാ ഉണ്ടോ? നോക്കട്ടെ. ചുമ്മാ പേടിപ്പിക്കാതെ. ഇല്ല മനുഷ്യനെ പേടിപ്പിച്ചോ? പേടിയൊക്കെ ഉണ്ടോ? അങ്ങനെ പേടിയൊന്നുമില്ല, ചുമ്മാ അത് വല്ല കാര്യമുള്ള കാര്യമാണോ? ആ TV കണ്ടേ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അവർ എത്ര രൂപ നഷ്ടം ഉണ്ടാക്കിയത് ഇങ്ങനെ കൈ കിട്ടി അവർ വെറുതെ വിടുവോ? നല്ല കാര്യം ചെയ്തല്ലേ? അങ്ങനെ പറ. നല്ല കാര്യം ചെയ്ത് ഈ ഒരു പുണ്യാളച്ച മാത്രം ഉള്ളോ ലോകത്ത്? അത് ശരിയാട്ടാ, പേരെങ്ങനെ വന്നിരുന്നെങ്കിൽ ക്ലീറ്റോ ചേട്ടന്റെ കാര്യം തീർന്നു. അങ്ങനെ വരൂലല്ലോ, അത് അത്രയും രഹസ്യമായിട്ട്. അതൊക്കെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അറിയാന്നുള്ളവരുടെ അങ്ങോട്ട് ജോലി വേണോ? വായിക്കണോ? അപ്പൊ ഇതിലൊക്കെ കണ്ടല്ലേ? ഒന്ന് വായിച്ചു നോക്ക്. വായിക്കേ, കേക്കട്ടെ. ഭാര്യയുടെ വായിൽ നിന്ന് ആ വാക്കുകൾ കേട്ട് ഭർത്താവിന് വരുന്ന സന്തോഷം. അത് ഇന്നലെ എല്ലാരും അറിഞ്ഞല്ലോ, പിന്നെ നീ പുതുമയുടെ പത്രത്തിലോ? അരമണിക്കൂർ മുമ്പ് ജംഗ്ഷനിൽ നടന്ന പത്രത്തിൽ വന്നോ? ജംഗ്ഷനിൽ നടന്നു. അപ്പൊ അതല്ലേ PNB ആൾക്കാരാന്ന് തോന്നുന്നു. ഒരു കാറിനകത്ത് വന്നിട്ട് നമ്മുടെ അൻസാറിക്കയുടെ ബന്ധു നവാസൊക്കെ അല്ലേ ഇത് പറഞ്ഞേ, പുള്ളിയെ വണ്ടിക്കകത്തിട്ട് പോയി. അൻസാറിക്കൊക്കെ പേടിച്ച് മുങ്ങി. ജംഗ്ഷനിൽ മൊത്തം ഒരു പറച്ചിലുണ്ട് PNB ഗുണ്ടാളാണെന്ന്. അയ്യോ, നിങ്ങൾക്കാ കൈകാലം പറിച്ചിട്ട് അല്ലല്ല, പേടിക്കണം.
നവാസൊക്കെ പൊക്കിളാണ് രണ്ടിടി കൊടുക്കുമ്പോ ഉറപ്പായിട്ട് മച്ചമ്മയുടെ പേര് പറയും. പറയും, ഉറപ്പായിട്ട് പറയും. ചേച്ചി ഒരു ബാഗ് പാക്ക് ചെയ്ത് എങ്ങോട്ടെങ്കിലും ക്ലീറ്റോ ചേട്ടനെ പറഞ്ഞു വിട്. എടാ ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. ഞാനും നീ എപ്പോ പറഞ്ഞതാ? തങ്കഞ്ചേട്ടത്തി എടുത്തോട്ട് ഞാൻ പറഞ്ഞത് റിസ്കാ വേണ്ടെന്ന് പറഞ്ഞു. നീയല്ലേ പറഞ്ഞു നിന്റെ അപ്പന്റെ അപ്പൂപ്പനൊക്കെ മറ്റേ കൊട്ടാരത്തിന് ഊത്തുകാരനായിരുന്നു. അത് അപ്പൂപ്പനെ മന്ത്രി കുത്തിക്കൊന്നാരും പറഞ്ഞല്ലോ, അത് പിന്മാറാൻ വേണ്ടിട്ട് അങ്ങനെ കള്ളക്കഥ പറഞ്ഞു. അല്ല എനിക്ക് കഴിക്കാനും ടെൻഷൻ അടിക്കാലടാ. അല്ലേ അവര് വന്നാലേ എന്ത് ചെയ്യാനാ? നീ ഇവിടെ ഇല്ലേ? കാണിക്കല്ലേ? അവര് ഭയങ്കര നമ്മള് കൂട്ടിയ കൂടത്തില്ല, അവര് ഭയങ്കര ആൾക്കാരാണ്. പള്ളി വന്നവന്മാരെ കണ്ടാ തന്നെ പേടിച്ചോ. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കേ. ക്ലീറ്റോ, ക്ലീറ്റോ, നീ അവിടെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുന്ന കണ്ണടാ. എന്തോടെ കാണിക്കുന്നേ? വരട്ടെ. ഇതേപോലെ ഒരു കാര്യം വന്നാ നവാസൊക്കെ കൊണ്ടുപോയി. അവര് കുണ്ടോള് വേറെ ചേട്ടാ സൂക്ഷിക്കണം. അവിടെ പുതിയ കുണ്ടോള്. ക്ലീറ്റോയുടെ വീടല്ലേ? അതെ. എന്ത് പറ്റി? അത് പേഴ്സണലാണ്. അല്ലെങ്കിൽ ഒന്ന് ഇതാണ് നിങ്ങളാണോ മിസ്റ്റർ ക്ലീറ്റോ? അതേന്നെ. വരൂ. വരൂ. കനകനല്ലേ വിളിക്കുന്ന ഇങ്ങോട്ട് വാടാ. അല്ല അങ്ങനെ ഞങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. വിസിൽ ബ്ലോവർ ക്ലീറ്റോയെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ കമ്മീഷൻ പറഞ്ഞിട്ട് വന്നതാണ്. വാ, നിന്നെ അഭിനന്ദിക്കാൻ വന്നിരിക്കുകയാണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. അയ്യോ അല്ല ഞാൻ നോക്കിയാ ഡിപ്പാർട്ട്മെന്റ് വണ്ടിയൊന്നും കണ്ടില്ല. ഞങ്ങള് കോൺഫിഡൻഷ്യലാണ് ഇത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വണ്ടി ഒഴിവാക്കി പേഴ്സണൽ വണ്ടി വന്നത് അതുകൊണ്ടാണ്. ഓ മിസ്റ്റർ ക്ലീറ്റോ, അടുത്ത വെള്ളിയാഴ്ച ഓഫീസ് വരെ ഒന്ന് വരണം. വരുമ്പോൾ ആധാർ കാർഡിൻ്റെ കോപ്പികൾ കൊണ്ടുവരണം. പിന്നെ പണം കൈമാറുന്നത് ബാങ്ക് വഴിയല്ല, നേരിട്ടാണ്. ക്യാഷ്. നിങ്ങൾ ഐഡന്റിറ്റി സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയാണ്. ഇതായിട്ട് കാർഡ്. കാറ്റ് കൊടുത്തു. ഓക്കെ സാറേ ചായ ചായൊന്നും വേണ്ട. കേട്ടോ. താങ്ക് യു. അല്ലേ വണ്ടി ആരാ വിളിക്കുന്നത്? അൻസാർക്ക വിളിക്കുന്നത്. എന്തിന്? ഹലോ, ഉണ്ട്. ആ ഞാൻ കൊടുക്കാം. ഫോണിൽ വിളിച്ചായിരുന്നു, കിട്ടുന്ന എടുത്തില്ല. അൻസാർക്ക് സാറേ നവാസില അതായിരുന്നല്ലേ? ശരി ഒന്നുമില്ല. ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചേക്കണടാ. ഓക്കെ. എന്ത് പറ്റി? ഞാൻ ആ സൈഡും ക്ലിയർ ആയി. എന്ത് പറ്റി? നവാസിനെ പൊക്കിക്കൊണ്ട് പോയത് EMP ഗ്രൂപ്പുകാരല്ലടാ. വായി നോക്കി അത് അവൻ വേറെ ആയിരുന്നു കടം വാങ്ങിച്ച ആ ടീം പൊക്കിക്കൊണ്ട് പോയതാണ്. ഇതൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ അല്ലേ? ഇത് വേറെ ആരും അറിയില്ല, ഒരാളറിയില്ല. ഒരു കാര്യം ശരിക്കും അറിയാണ്ട് വന്ന് മനുഷ്യനെ പഠിപ്പിക്കാൻ. കുഴപ്പമില്ലെന്നേ. എന്തായാലും എൻ്റെ അളിയൻ്റെ ഡിപ്പാർട്ട്മെന്റ് കാശ് പിടിക്കാനുള്ള യോഗം ഉണ്ടായല്ലോ. ഭയങ്കര കോൺഫിഡൻഷ്യലാ. ഒരു മനുഷ്യ അറിയില്ല ഇവര്. ഇപ്പൊ പൈസ എന്താണ് കൈ തരുന്നത്? ബാങ്കിൽ നിന്ന് തെളിവാണ്. ടാക്സിയിലാണ് വന്നത് ഇവര്. കണ്ടില്ലേ? ഒരു മനുഷ്യനെ അറിയില്ല. എങ്കിൽ മാത്രമേ നാളെ മറ്റുള്ള ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ ചോർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പൈസ മേടിക്കാൻ ഇൻകം ടാക്സ് ഓഫീസിൽ ഞാൻ ചീമന്റെ കാർ എടുത്തോണ്ട് വരും. ആരും അറിയേണ്ട വെളി പോകും. ഇങ്ങനെ പൈസ മേടിക്കാൻ നമുക്ക് രണ്ടും കൂടെ പോയാൽ മതി. അയ്യോടാ നീ അല്ലടാ കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞത്? നീ പറഞ്ഞ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി. അല്ലടാ നീ പറഞ്ഞത്. ഗുണ്ടകള് ഈ കാശ് മേടിക്കാൻ എനിക്കറിയാം. വെള്ളിയാഴ്ച ഈ കാശ് വാങ്ങിക്കാൻ ഞാൻ പോകും. ഒപ്പം എൻ്റെ അളിയനും ഉണ്ടാവും. ഞാനും അളിയനും കൂടെ പോയി ആ പൈസ വാങ്ങിച്ചിട്ട് അതാഭിമാനം. Aliens.